ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലെ ചേച്ചി കറി വെച്ചോളാൻ പറഞ്ഞ് ഒരു കഷ്ണം വാഴപ്പിണ്ടി തന്നു. അപ്പം പിണ്ടി കറി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട് കറി വയ്ക്കണ്ടെന്ന് വെച്ചു. പിന്നെ എന്ത് ചെയ്യാമെന്ന് ഇത് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ പിണ്ടി ഉപ്പിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മലയാറ്റൂരൊക്കെ പോകുമ്പോൾ അവിടെ ഉപ്പിലിട്ട സാധനങ്ങൾ വിൽക്കണ കടയുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ പിണ്ടി ഉപ്പിലിട്ടതും കിട്ടാറുണ്ട്, ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ ഇടുകയാണെങ്കിൽ എല്ലാവരും കഴിച്ചോളും എന്ന് എഴുതി ഉപ്പിലിടാമെന്ന് വെച്ച്. അപ്പോൾ ഉപ്പിലിടുമ്പോൾ നമ്മൾ അത് അരിയേണ്ടത് വട്ടത്തിൽ അരിയണം. ഓരോ പ്രാവശ്യം അരിയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു നൂല് പോലെ വരും. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഞാൻ കുറച്ച് അരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന്. നമ്മൾ പിണ്ടിയൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ കുട്ടികൾക്ക് ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതാണ്. പണ്ടത്തെ മാതാപിതാക്കളൊക്കെ പിണ്ടി, താള്, പിന്നെ പയറില, മത്തനില അങ്ങനെയുള്ള ഒരുപാട് വളമോ മരുന്നൊന്നും അടിക്കാത്ത നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഭക്ഷണം കഴിച്ചാണ് എൻ്റെ ആരോഗ്യമാണ് അവരിലുള്ളത്. ഇപ്പോഴത്തെ മക്കൾക്ക് പിണ്ടി എന്ന് പറഞ്ഞാൽ പോലും എന്താണെന്നറിയില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തണം. അങ്ങനെ വട്ടത്തിലരിഞ്ഞ് വെച്ച് പിണ്ടി ഒരു അരിപ്പക്കൊട്ട എടുത്തിട്ട് അതിലിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ കറ കളഞ്ഞ് നല്ല ഭംഗിയാക്കി എടുക്കാം. എന്നിട്ട് വെള്ളം പോകാനായിട്ട് വയ്ക്കണം. അപ്പോൾ വെള്ളം പോകാനായിട്ട് വെച്ചിട്ട് അത് ഒരു കുപ്പിയിലേക്ക് ആക്കണം. ചില്ല് കുപ്പിയൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ എൻ്റെ ഒരു ചില്ല് കുപ്പി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക് കുപ്പി എടുത്താണ് അതിലേക്ക് ഇടുന്നത്. എന്നിട്ട് വെള്ളം പോയി കഴിയുമ്പോൾ നമ്മളതിലേക്ക് വാരിയിടണം. അപ്പോൾ നമ്മൾ ഈ പിണ്ടി അച്ചാറൊക്കെ ഇടാൻ പറ്റും. അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അങ്ങനെ അച്ചാറായിട്ടോ ഒക്കെ ചെയ്ത് പിന്നെ ഈ വാഴയുടെ മറ്റേ മങ്ങോ അങ്ങനെയൊക്കെ പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കറികളിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതാണ്. പിണ്ടി വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഞങ്ങൾക്കിവിടെ പിണ്ടിയൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നോക്കാമല്ലോ എന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ അങ്ങനെ പിണ്ടിയൊക്കെ വാരി കുപ്പിയിലേക്ക് ഇട്ടു. അതിന് ശേഷം ഇപ്പം നമ്മൾക്ക് ഇതിലേക്ക് ഒഴിക്കാനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് ഇടണം. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഫംഗസൊന്നും വരില്ല. പിന്നെ കാന്താരി മുളക്, ഇത് ഞാൻ മുളക് പറിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഉണങ്ങിപ്പോയി. അപ്പോൾ ഉണങ്ങിയെങ്കിലും മുളകിന് കേടൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് കഴുകി ഒന്ന് എടുത്ത് ഒരു അരിപ്പയിലിട്ട് കഴുകുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കഴുകുമ്പോൾ അങ്ങനെ മുളക് പുറത്തേക്ക് ഊർന്നു പോകില്ല. അപ്പോൾ അരിപ്പയിലിട്ട് കഴുകി വൃത്തിയാക്കി അതും ഈ പിണ്ടിയിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവാനായിട്ട് കാന്താരി മുളക് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാന്താരി മുളക് ഇട്ട് അതിന് പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ടതിന് ശേഷം ഇടയ്ക്ക് പിറ്റേ ദിവസം ഒക്കെ പോയി നോക്കണം ഉപ്പ് പാകമാണോ എന്ന്. ഉപ്പ് കുറവാണെങ്കിൽ അപ്പോൾ വീണ്ടും ഉപ്പിടാം. ഞാനിപ്പോൾ കുറച്ച് 2-3 ടീസ്പൂൺ ഉപ്പിട്ടു. കാരണം ഇത്രയും പിണ്ടിയിലേക്ക് പിടിക്കണമല്ലോ. അപ്പം അങ്ങനെ ഉപ്പിട്ടു. പിന്നെ തിളപ്പിച്ച് ഇട്ടായിരുന്ന വെള്ളം തണുത്തത് എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് ചുറുക്കയാണ്. അപ്പോൾ പാകത്തിന് ചുറുക്ക ചേർക്കണം. ഇതൊരു 1-2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഉപ്പും എരിവും പുളിയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിരിക്കും, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കളൊക്കെ കഴിച്ചോളും. ഇതിൽ എരിവും ഇതൊക്കെയുള്ള ഇത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും.
അപ്പോൾ ഏതെങ്കിലും രീതിയിലൊക്കെ നിങ്ങളിത് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം മക്കൾക്ക്. അങ്ങനെ ഉപ്പും എല്ലാം ഒഴിച്ച് റെഡിയാക്കി നമ്മളൊന്ന് ശരിക്കും മിക്സ് ചെയ്ത് മുളകിൻ്റെ ഇതും ഒക്കെ ഒന്ന് ശരിക്കും മിക്സാകാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ഇത് അടച്ചെടുത്ത് വയ്ക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ ഞാനിത് എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരിക്കുമെന്ന്. നല്ലതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഈ എൻ്റെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എന്നെ സപ്പോർട്ട് ചെയ്യണം.